Good morning, all. Good morning, ma'am. Good morning, ma'am. ഇവിടെ മുതലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? Yes, ma'am. ഇനി അത് അടുക്കാൻ. ആ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി തുടങ്ങാം അല്ലേ? ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നോളൂ. എന്ത് വെച്ചി 24 ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നെക്സ്റ്റ് വെണ്ടർ അസസ്മെന്റ് പ്രോസസ്. ഒരു വെണ്ടറിനെ അസസ് ചെയ്യുന്ന അല്ലെ വിലയിരുത്തുന്ന പ്രക്രിയ എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റാർട്ട്. നെക്സ്റ്റ് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ. അതായത് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്? ഒരു വെണ്ടറിനെ അസസ് ചെയ്യുന്നതിന് വേണ്ട ഫസ്റ്റ് പ്രോസസ് പോലെ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ? ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവരെന്താണ് വെണ്ടറിനെ എന്തിനു വേണ്ടിയാണ് സെലക്ട് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ അവരുടെ നീഡ്സ് റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്താണ്? പിന്നെ വെണ്ടർ നമ്മൾ പറഞ്ഞു, വെണ്ടർ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സർട്ടൻ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ വെണ്ടറിനെ വിലയിരുത്തുന്നത്. അപ്പൊ അതിനെന്താണ്? സെലക്ടിങ് ക്രൈറ്റീരിയ. വെണ്ടറെ സെലക്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അല്ലെ അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണെന്ന് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈങ് പൊട്ടൻഷ്യൽ വെൻഡേഴ്സ് അല്ലെ? നമുക്ക് ലഭ്യമായിട്ടുള്ള വെൻഡേഴ്സ്, നമുക്ക് ഒരു മെറ്റീരിയൽ വാങ്ങിക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള വെൻഡേഴ്സ് അല്ലെ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക അല്ലെ? പിന്നെ എന്താണ്? അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അവരിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യില്ലേ? നമുക്ക് എത്ര പ്രൈസിന് തരാൻ സാധിക്കും അല്ലെ? എത്ര ക്വാണ്ടിറ്റീസ് തരാൻ സാധിക്കും അല്ലെ? എത്ര ക്വാളിറ്റിയിൽ തരാൻ സാധിക്കും അല്ലെ? അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അല്ലെ? അപ്പൊ അങ്ങനെ വെണ്ടറിനെ കുറിച്ചുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷനിൽ വരുന്നത്. ഓക്കെയാ? ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ എന്താണെന്നുള്ളത് നമ്മുടെ നീഡ്സ് മനസ്സിലാക്കുക അല്ലെ? പിന്നെ എന്താണ്? വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണ്? പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അല്ലെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. നെക്സ്റ്റ് എന്താണ്? വെണ്ടേഴ്സിന്റെ എന്താണ് അവരിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് മാനേജബിൾ ലിസ്റ്റ് ഓഫ് വെണ്ടേഴ്സ് അല്ലെ? നമ്മ അവരിൽ നിന്ന് എന്താണ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ വെണ്ടറിനെ സർട്ടൻ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടോ? പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വെണ്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
ഫസ്റ്റ് സ്റ്റാർട്ട്, രണ്ടാമത് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ, മൂന്നാമത്തത് മാനേജബിൾ ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഇവാലുവേറ്റിംഗ് ദ വെൻഡേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അവരിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ റാങ്കിങ് കൊടുക്കുന്നൊക്കെ പറഞ്ഞില്ലേ, റാങ്കിങ് കൊടുക്കുന്നു അല്ലെ, ന്യൂമറിക്കൽ വാല്യൂന്റെ അടിസ്ഥാനത്തിൽ അവരുടെ റാങ്കിങ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ അവർക്ക് വേണ്ട റാങ്കിങ് കൊടുക്കുന്നത്. ഫസ്റ്റ് റാങ്കിൽ അതല്ലേ, സെക്കൻഡ് റാങ്കിലാ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ഇവാലുവേറ്റിംഗ് ദ വെൻഡേഴ്സ്, വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഇവാലുവേറ്റിംഗ് വെൻഡർ പ്രപ്പോസൽ അല്ലെ. നമുക്ക് എന്താണ് വെൻഡേഴ്സ് പ്രപ്പോസൽ ആയിട്ടോ എന്ത് പറഞ്ഞിട്ടാണ് പ്രപ്പോസൽ അയക്കുന്നത്? എന്ത് പറഞ്ഞിട്ടാണ്? ഇത്ര ബഡ്ജറ്റിൽ അല്ലെ, ഇത്ര പ്രൈസിന് തരാം, ഇത്ര ക്വാണ്ടിറ്റിയിൽ തരാം അല്ലെ, ഇത്ര ക്വാളിറ്റിയിൽ തരാം അല്ലെ, ഇത്ര ലീഡ് ടൈമിനുള്ളിൽ തരാം എന്നൊക്കെ പറഞ്ഞാൽ അവര് നമുക്ക് എന്ത് ചെയ്യും? പ്രപ്പോസൽ ആയിട്ടില്ലേ. അപ്പൊ ആ ഇവാലുവേറ്റിംഗ് ദ വെൻഡർ പ്രപ്പോസൽ, ഡിഫറെന്റ് വെൻഡേഴ്സ് നമുക്ക് അയക്കുന്ന ആ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കുന്ന പ്രപ്പോസലുകൾ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. നെക്സ്റ്റ് എന്താണ്? ഇൻഡെപ്ത് വെൻഡർ അസസ്മെന്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ഡീപ്പായിട്ട് എന്ത് ചെയ്യണം? വെൻഡറിന് അസസ്മെന്റ് ചെയ്യണം അല്ലെ. നമുക്ക് അവർ എന്തൊക്കെ കാര്യങ്ങൾ ഓഫർ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം? ഡീപ്പായിട്ട് അവരെ വിലയിരുത്തണ്ടേ. അവരെ കേപ്പബിലിറ്റീസ് എന്താണ് അല്ലെ, അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണ് അല്ലെ, പിന്നെ എന്താണ് അവർക്ക് എന്താണ് നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ, റൂൾസ്, റെഗുലേഷൻസ് അവർക്ക് പാലിക്കാൻ സാധിക്കുന്നവരാണോ അല്ലെ. അവരെന്താണ് മുമ്പത്തെ പെർഫോമൻസുകൾ നമ്മളുമായി എന്തെങ്കിലും ബിസിനസ് ഡീലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെ, പർച്ചേസിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായി ഇൻ ഡെപ്ത് നമ്മൾ ഡീപ്പായിട്ട് ആ ഒരു വെൻഡേഴ്സിനെ കുറിച്ച് വിലയിരുത്തുക. നമ്മൾ ഡീപ്പായി വിലയിരുത്തിയതിനു ശേഷം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂലേ, ഒരു 99% അവരെ കുറിച്ചുള്ള ധാരണ നമുക്ക് കിട്ടാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? ആ ഒരു ഇവാലുവേറ്റ് വെൻഡർ അസസ്മെന്റ് പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുക. ക്ലിയർ ആയോ? ഗ്രൂപ്പ് അടങ്ങുന്നുണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് അടങ്ങുന്നുണ്ടോ? ഇല്ലോ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടോ? കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്പേഴ്സ് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് മിസ് നിർത്തുമ്പോ നമ്പർ അയച്ചാൽ മതി കേട്ടോ. മിസ് ക്ലാസ് എടുത്തോ, മെസ്സേജ് വരുമ്പോ മിസ് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ആണോ ചോദിക്കുന്നത്, എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യേണ്ടതാണോ എന്ന് വിചാരിച്ച് മിസ് നോക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ്. ഓക്കെ അല്ലേ? വെൻഡർ അസസ്മെന്റ് പ്രോസസ് ഓക്കെ അല്ലേ എല്ലാവർക്കും? സ്റ്റാർട്ട് അല്ലേ, ആദ്യം തുടങ്ങാം. നെക്സ്റ്റ് എന്താണ്? ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ ചെയ്യാം അല്ലെ. അവരുടെ നീഡ്സ് എന്താണ് അല്ലെ, അവരെന്താണ് വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് എന്താണ് അല്ലെ, അവർക്ക് ഉചിതമായിട്ടുള്ള വെൻഡേഴ്സ് ഏതാണ് അല്ലെ, വെൻഡേഴ്സിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ. അതിനുശേഷം എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, അവർക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുന്ന വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അതിനുശേഷം അവരെന്താണ്? ജസ്റ്റ് അവരൊന്ന് വിലയിരുത്തുന്നുണ്ട് അല്ലെ, ജസ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് വെൻഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വിലയിരുത്തിയതിനു ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? വെൻഡേഴ്സ് നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രപ്പോസൽ അയക്കുന്നുണ്ട് അല്ലെ. ആ ഒരു പ്രപ്പോസൽ അയക്കുന്ന സമയത്ത് ഒരുപാട് വെൻഡേഴ്സിൽ നിന്നുള്ള പ്രപ്പോസൽ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷൻ ആ ഒരു വെൻഡേഴ്സിന്റെ പ്രപ്പോസലുകൾ വിലയിരുത്തുന്നു അല്ലെ. ആരാണ് കുറവ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ആരാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് മെറ്റീരിയൽസ് ലഭ്യമാക്കാന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ആരിലാണ് കൂടുതൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉള്ളത് അല്ലെ, പ്രോഡക്റ്റ് ഉള്ളത് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വെണ്ടർ പ്രപ്പോസൽ വെച്ച് കണ്ടിട്ട് അവർ വിലയിരുത്തുന്നു. നെക്സ്റ്റ് എന്താണ് ഈ ഡെപ്ത് വെണ്ടർ അസസ്മെന്റ് അല്ലെ, ഡീപ്പായിട്ട് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, വെണ്ടേഴ്സിനെ വിലയിരുത്തുന്നുണ്ട്, അവരുടെ കേപ്പബിലിറ്റീസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് അല്ലെ, ഇവര് പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ, റൂൾസ്, റെഗുലേഷൻസ് പാലിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ, അവിടുത്തെ മുമ്പത്തെ പെർഫോമൻസുകൾ എങ്ങനെയായിരുന്നു, അതിനുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നു. അതിനുശേഷം ആ ഒരു പ്രോസസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? മിസ് നെക്സ്റ്റ് എടുത്തോട്ടെ. നെക്സ്റ്റ് വിൻ വിൻ സിറ്റുവേഷൻ. വിൻ വിൻ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടുപേരും വിൻ ചെയ്യാണ് അല്ലെ, വിൻ വിൻ അല്ലെ, രണ്ടുപേരും വിൻ ചെയ്യാണ് അല്ലെ, സപ്ലയേഴ്സും ബയറും എന്താണ് വിൻ ചെയ്യാണ് അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്താണ് നോക്കാം. വിൻ വിൻ ഈസ് എ സിറ്റുവേഷൻ, ഗെയിം, negotiation or strategy in which all the parties benefits one way or another. There are no losers. അല്ലെ, ഒരു ഗെയിം ആയിക്കോട്ടെ, ഒരു നെഗോഷിയേഷൻ അല്ലെ, ഒരു ചർച്ചയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തന്ത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യമായിക്കോട്ടെ, അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും എന്ത് ചെയ്യാണ്, വിൻ ചെയ്യാണ് അല്ലെ, വിജയിക്കുന്നു. അതിൽ പരാജയപ്പെടുന്ന, ലോസർ ആവുന്ന ആരും തന്നെ ഇല്ല. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മ വാങ്ങുന്ന സമയത്ത് ബയ്യറും സപ്ലയേഴ്സും എങ്ങനെയാണ് വിൻ ചെയ്യാണ് അല്ലെ, രണ്ടുപേർക്കും അനുകൂലമായിട്ടുള്ള, രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതാണ് വിൻ വിൻ സിറ്റുവേഷൻ. In a conflict situation, when the participants are trying to work out a resolution, a win-win strategy is one in which everybody is accommodated, all parties come out winning. എന്താണ് ഒരു ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ് അല്ലെ, ഒരു സംഘടനം, അതായത് ഒരു തർക്കങ്ങൾ നടക്കുമ്പോൾ എന്താണ് നടക്കുന്ന സമയത്ത് when the participants are trying to work out റെസൊല്യൂഷൻ എന്താണ്, രണ്ട് പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ആ ഒരു കോൺഫ്ലിക്റ്റിലുള്ള പാർട്ടിസിപ്പൻസ് എന്തുണ്ട്, അതിന് പരിഹാരം നോക്കുന്നില്ലേ, ട്രൈങ് ടു വർക്ക് ഔട്ട് എ റെസൊല്യൂഷൻ അല്ലെ, അതിന് വേണ്ട പരിഹാരങ്ങള് നോക്കുന്നു. അപ്പൊ ഒരു വിൻ-വിൻ സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിലോ, എ വിൻ-വിൻ സ്ട്രാറ്റജി ഈസ് വൺ ഇൻ വിച്ച് എവരിബഡി ഈസ് അക്കോമഡേറ്റഡ് അല്ലെ, രണ്ടുപേരും എന്താണ് ഒരു വിൻ-വിൻ സ്ട്രാറ്റജിയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ രണ്ടുപേരും എന്താവുന്നുണ്ട്, ഓൾ പാർട്ടിസിപ്പൻസ് കം ഔട്ട് വിന്നിങ് അല്ലെ, രണ്ട് പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യാണ്, വിൻ ചെയ്യാണ് അല്ലെ, വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൊരു നെഗോസിയേഷൻ നടക്കുമ്പോൾ എന്താണ്, രണ്ട് പാർട്ടിയും ബാധിക്കില്ലേ, രണ്ട് പാർട്ടിയും ബാധിക്കോ ഇല്ലേ, ബയേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് കുറഞ്ഞ പ്രൈസിന് കിട്ടാൻ വേണ്ടിയിട്ട് അവര് ബാധിക്കും അല്ലെ, സപ്ലയേഴ്സ് എന്ത് ചെയ്യും, അത് മാക്സിമം പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടി അവരും ബാധിക്കില്ലേ ആ ഒരു പ്രോഡക്റ്റിന്റെ സമയത്ത്. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ വരുന്നത്, ശരിക്കും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ വരുന്നത്. അപ്പൊ എങ്ങനെയായിക്കോട്ടെ, ഒരു പർച്ചേസിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഗെയിമിന്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് അതിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു പരിഹാരം ലഭിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെ, അതൊരു റെസൊല്യൂഷൻ കിട്ടണം അല്ലെ, റെസൊല്യൂഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവര് വിൻ വിൻ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരെന്താണ്, രണ്ട് പാർട്ടിസിപ്പൻസും വിജയിക്കുന്നു. അവിടെ ഒരാൾക്കും എന്ത് സംഭവിക്കുന്നില്ല, ലോസ് സംഭവിക്കുന്നില്ല അല്ലെ, പരാജയം സംഭവിക്കുന്നില്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, a win-win situation is a resolution in which both sides of a negotiation feel they gotten what they want അല്ലെ. ഈ ചർച്ച, ഈ ഒരു വിൻ-വിൻ സിറ്റുവേഷനില് ചർച്ചയുടെ ഇരുവശത്തും എന്താണ്, അവർക്ക് ആവശ്യമുള്ളത് ലഭിച്ചതായിട്ട് തോന്നുകയാണ് അല്ലെ ചെയ്യുന്നത്. they have gotten what they want അല്ലെ, അവർക്ക് ആവശ്യമുള്ളത് ലഭിച്ചതായിട്ട് അവർക്ക് തോന്നുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു, ഒരു സപ്ലയേഴ്സും ബയറും തമ്മിൽ പ്രൈസിന്റെ കാര്യത്തില് നെഗോഷിയേഷൻ നടത്താണ്, വിൻ വിൻ സിറ്റുവേഷൻ വെച്ചാണ് നെഗോഷിയേഷൻ നടത്തുന്നതെങ്കിൽ രണ്ട് പാർട്ടിക്കാർക്കും ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നില്ലേ, ഒരാൾക്കും നഷ്ടം സംഭവിക്കുന്നില്ല അല്ലെ. ആദ്യം തന്നെ പറഞ്ഞു, അതിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടിസിപ്പൻസും വിജയിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ഒരു പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ബോത്ത് they have gotten
what they want അല്ലെ, ഇരു പാർട്ടികൾക്കും ആവശ്യമുള്ളതായി ലഭിച്ചു എന്ന് തോന്നുന്നു. ഓക്കെയാണോ? ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ ഒരു നെഗോസിയേഷന്റെ സമയത്ത് അല്ലെ, ഒരു ചർച്ചയുടെ അവസാനത്തിൽ ഇരുവശത്തും തങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിച്ചതായി തോന്നുന്നു. നെക്സ്റ്റ്, ലേണിംഗ് ഹൗ ടു നെഗോസിയേറ്റ് എ വിൻ വിൻ ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് മോറൽ. ഒരു വിൻ വിൻ സിറ്റുവേഷൻ എങ്ങനെ ചർച്ച ചെയ്യാമെന്ന് പഠിക്കുന്നത് അല്ലെ, നമ്മൾ അത് ലേൺ ചെയ്യുന്നത് നമ്മുടെ മോറൽ, നമ്മുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയാണ് അല്ലെ ചെയ്യുന്നത് അല്ലെ. നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കില്ലേ? കോൺഫിഡൻസ് ലഭിക്കോ? നമ്മ വിൻ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെ, നമ്മ വിൻ ചെയ്യും. നമ്മൾ ഈ ഒരു നെഗോസിയേഷൻ ഒരു വിൻ വിൻ സിറ്റുവേഷനിലാണ്, ഒരു വിൻ വിൻ സ്ട്രാറ്റജി ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മ എന്തായാലും വിൻ ചെയ്യാലോ. അവിടെ ഒരു പരാജയപ്പെടുന്ന ആളില്ല അല്ലെ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കല്ലേ ചെയ്യുന്നത്. ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ്. അപ്പൊ നമ്മ എന്താണ് ഒരു വിൻ വിൻ സിറ്റുവേഷൻ എങ്ങനെ ചർച്ച ചെയ്യാമെന്ന് അല്ലെ, എങ്ങനെ നെഗോസിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്, നമുക്കൊരു മോറൽ, നമ്മുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ഇൻ ദിസ് ആർട്ടിക്കിൾസ് we discuss what a win-win situation is, common ways of reaching one, and offer a few tips about how to reach a win-win resolution in the workplace. ഈ ആർട്ടിക്കിൾ പറയുന്നത് അല്ലെ, ഈ ഒരു ഇതിൽ പറയുന്നത് എന്താണ്, we discuss what a win-win situation അല്ലെ, ഒരു win-win situation എന്താണ്, list common ways of reaching one അല്ലെ. നമ്മ എന്ത് ചെയ്യണം, ഒരു വിൻ-വിൻ സിറ്റുവേഷനിൽ നമ്മ ഒരെണ്ണത്തിലേക്കല്ലേ എത്തിച്ചേരുന്നത്, ഒരു ഡിസിഷനിലേക്കാണ് അല്ലെ എത്തിച്ചേരുന്നത്. വിജയിക്കുന്നു അല്ലെ, പരാജയപ്പെടുന്നില്ല അല്ലെ, വിജയിക്കുന്നു എന്ന ഒന്നിലേക്കല്ലേ എത്തിച്ചേരുന്നത്. അപ്പൊ എന്താണ്, ലിസ്റ്റ് കോമൺ വേസ് ഓഫ് റീച്ചിങ് വൺ അല്ലെ, ആ ഒരു ഒന്നിലേക്ക്, ആ ഒരു ജയിക്കുന്നു അല്ലെ, നമ്മുടെ വിന്നാണ് എന്നതിലേക്ക് എത്തിച്ചേരാനുള്ള കോമൺ വേസുകൾ നമുക്ക് എന്താണ് ലിസ്റ്റ് ചെയ്യാനായി സാധിക്കുന്നു. നമുക്ക് ആ ഒരു വിൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള എന്താണ് പൊതുവായ വഴികളെ നമുക്ക് മനസ്സിലാക്കി തരാനായി സാധിക്കുന്നു, ലിസ്റ്റ് ചെയ്യാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ്, നമുക്ക് വർക്ക് പ്ലേസിൽ അല്ലെ വിൻ വിൻ റെസൊല്യൂഷൻ ഇൻ ദ വർക്ക് പ്ലേസിൽ വിൻ വിൻ സിറ്റുവേഷനിലെ വിൻ വിൻ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ടിപ്സുകളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ഒരു ആർട്ടിക്കിൾസിൽ അല്ലെ. ഈ ഒരു ആർട്ടിക്കിളില് വിൻ വിൻ സിറ്റുവേഷൻ എന്താണെന്നും നമുക്ക് ആ ഒരു ജയത്തിലേക്ക്, ആ ഒരു വിന്നിലേക്ക് എത്തിച്ചേരാനുള്ള കോമൺ ആയിട്ടുള്ള വഴികൾ എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്, വർക്ക് പ്ലേസിൽ എന്താണ് നമുക്ക് വിൻ വിൻ എങ്ങനെ പരീക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുകൾ അല്ലെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിള് പറഞ്ഞു തരുന്നു. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ആർട്ടിക്കിള് ഫുൾ ആകുമ്പോ ഓക്കെ അല്ലേ? There are many different types of outcomes. ഇതിനെ പല തരത്തിലുള്ള ഔട്ട്കംസുകൾ വരുന്നുണ്ട് അല്ലെ. എവരിബഡി മൈറ്റ് ബി, എന്താണ് എല്ലാവരും വിജയിക്കുന്നുണ്ട്. വൺ മൈറ്റ് ഗെയിൻ ആൻഡ് വൈൽ ദ അതർ ലോസ്, ഒരാള് വിജയിക്കുന്നു മറ്റാള് പരാജയപ്പെടുന്നു. ഓൾ പാർട്ടീസ് കം ഔട്ട് ലോസിങ്, അല്ലെങ്കിൽ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ലോസ് ചെയ്യാണ് അല്ലെ, നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിൻ വിൻ ഉണ്ട്, വിൻ ലോസ് ഉണ്ട് കേട്ടോ. വിൻ ലോസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് എന്താണ്, ഒരാള് ഗെയിൻ ചെയ്യാണ് ഒരാള് ലോസ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞില്ലേ. നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ, വിൻ ലോസ് സിറ്റുവേഷൻ 0 ഉണ്ട്. സീറോ സം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇത് ക്ലിയർ ആയോ? 2-3 തരത്തിലുള്ള ഔട്ട്കംസ് ആണ് ലഭിക്കുന്നത് അല്ലെ. നമുക്ക് ശരിക്കും അങ്ങനെയല്ലേ, ഒരു നെഗോസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ഔട്ട്കംസ് ലഭിക്കില്ലേ. ഒന്നില്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന 2 പാർട്ടിസിപ്പൻസും വിജയിക്കും അല്ലെ. 2 പാർട്ടിസിപ്പൻസിനും ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, ആണോ? രണ്ടാമത് വരുന്നത് എന്താ, ചിലപ്പോ അതിലെന്താണ് ഒരാൾക്ക് മാത്രമായിരിക്കും അല്ലെ ലാഭം ലഭിക്കുന്നത് അല്ലെ. ഒരാൾക്ക് മാത്രമായിരിക്കും ആ ഒരു പർച്ചേസിംഗ് കൊണ്ട് അല്ലെ
ലാഭം ലഭിക്കുന്നത്. അപ്പൊ എന്താണ്? അപ്പൊ ഒരാള് ഗെയിൻ ചെയ്യുകയും മറ്റാളെ നഷ്ടപ്പെടുത്തുകയാണല്ലേ ചെയ്യുന്നത്. ലോസ് ചെയ്യല്ലേ, പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഓർ ഓൾ പാർട്ടീസ് കം ഔട്ട് ലോസിംഗ് അല്ലെ. ചിലപ്പോ രണ്ട് പാർട്ടിക്കാർക്കും നഷ്ടം സംഭവിക്കാലോ, ബോത്ത് പാർട്ടീസിനും നഷ്ടം സംഭവിക്കാം അല്ലെ. അപ്പൊ അതാണ് ഓൾ പാർട്ടീസ് കം ഔട്ട് ലോസിംഗ്. രണ്ടുപേരും പരാജയപ്പെടുന്നു, നഷ്ടപ്പെടുത്തുന്നു. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ്. ഇത് വലിയ ചാപ്റ്റർ ആണ് കേട്ടോ, ഇനി ഇത് കുറെ എടുക്കാൻ കേട്ടോ. സിമ്പിൾ അല്ലേ? വലിയ ചാപ്റ്റർ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ചാപ്റ്റർ അല്ലേ? നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പോലെ തന്നെ അല്ലെ. നെക്സ്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയേ. വിൻ-വിൻ സിറ്റുവേഷന്റെ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ഡിക്ഷണറി ഓഫ് കേംബ്രിഡ്ജ്. നമ്മുടെ കേംബ്രിഡ്ജിന്റെ ഡിക്ഷണറി പ്രകാരം, ഡിക്ഷണറി അനുസരിച്ച് എ വിൻ-വിൻ സിറ്റുവേഷൻ ഓർ റിസൾട്ട് ഈസ് വൺ ദാറ്റ് ഈസ് ഗുഡ് ഫോർ എവരി വൺ ഹൂ ഈസ് ഇൻവോൾവ്ഡ് അല്ലെ. അതിൽ ഉൾപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഉൾപ്പെടുന്ന രണ്ടുപേരുടെ റിസൾട്ട് എന്തായിരിക്കും? ഗുഡ് ആയിരിക്കും അല്ലെ, നല്ലതായിരിക്കും. രണ്ടുപേരും ചെയ്യുന്നുണ്ട്, രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് ആയിരിക്കും ലഭിക്കുന്നത്. ക്ലിയർ ആയോ? വിൻ-വിൻ സിറ്റുവേഷൻ, ഒരു വിൻ-വിൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വൺ ദാറ്റ് ഈസ് ഗുഡ് ഫോർ എവരി വൺ ഹൂ ഈസ് ഇൻവോൾവ്ഡ്. അതിൽ ഉൾപ്പെടുന്ന ആ ഒരു വിൻ-വിൻ സിറ്റുവേഷനിൽ ഉൾപ്പെടുന്ന പാർട്ടിസിപ്പൻസ് എന്തായിരിക്കും? ഗുഡ് ആയിരിക്കും അല്ലെ, നല്ലതായിരിക്കും ലഭിക്കുന്നത്. അതായത് അവരെന്താണ്? വിജയിക്കാണ് അല്ലെ ചെയ്യുന്നത്, ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, flexible working hours are a win-win situation for employers and employees അല്ലെ. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ എന്താണ് അവിടെ എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും ബെനിഫിറ്റ്സ് അല്ലേ ലഭിക്കുന്നത്, ആണോ? അല്ലെ, രണ്ടുപേർക്കും ഒരുപോലെ ഗുണമല്ലേ ഉണ്ടാവുന്നത്. എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും, എംപ്ലോയീസ് എന്ത് ചെയ്യും? ഒന്നുകൂടെ പറയണം. വിൻ-വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടിസിപ്പൻസിനും, അതിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ടോ ആ ഒരു നെഗോസിയേഷനിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ടോ അവർക്ക് രണ്ടുപേർക്ക് എന്താണ്? ബെനിഫിറ്റ്സ് ആയിരിക്കും, ഗുണങ്ങളായിരിക്കും ലഭിക്കുന്നത്. അവിടെ എന്താണ്? പരാജയപ്പെടുന്നവരില്ല. ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഒരു വർക്ക് പ്ലേസിൽ രണ്ടുപേർക്ക് എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ അവരെന്താണ്? അവർക്ക് ബെനിഫിറ്റ്സ് ആയിരിക്കോ? അവിടെ ഒരു ഗുണല്ലേ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യും? അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ അവര് ഹാപ്പി ആയിരിക്കില്ലേ. അപ്പൊ അവര് മാക്സിമം എഫേർട്ട് എടുത്ത് അവര് ജോലി ചെയ്യോ? അല്ലേ, മാക്സിമം എഫേർട്ട് എടുത്ത് അവര് ജോലി ചെയ്യില്ലേ. അപ്പൊ അതെന്ത് ചെയ്യും? ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ പ്രോഫിറ്റിലേക്കാവോ? അത് എന്താണ്? അവിടെ ജോലി ചെയ്യുന്നവർക്കും അതിന്റെ ആ ഒരു ഓർഗനൈസേഷനും ബെനിഫിറ്റ്സ് അല്ലേ. അതാണ് പറയുന്നത്. എക്സാമ്പിൾ പോലെ പറഞ്ഞേക്കുന്നതാണ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ വിൻ-വിൻ സിറ്റുവേഷനിൽ എംപ്ലോയേഴ്സിനും എംപ്ലോയീസിനും എന്തായിരിക്കും? ബെനിഫിറ്റ്സ് ആയിരിക്കും, ഗുണമായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ്, in a win-win situation both parties come out on top. എന്താണ്? വിൻ-വിൻ സിറ്റുവേഷനിൽ രണ്ട് പാർട്ടി എവിടെ വരുന്നുണ്ട്? ടോപ്പിൽ വരുന്നുണ്ട് അല്ലെ. രണ്ട് പാർട്ടികളും മുന്നിലെത്തുന്നു. അവിടെ എന്താണ്? ലോസ് സംഭവിക്കുന്നവരില്ല, പരാജയം സംഭവിക്കുന്നവരില്ല അല്ലെ, നഷ്ടപ്പെടുന്നവരില്ല അല്ലെ. അപ്പൊ രണ്ട് പാർട്ടികളും ടോപ്പിലെത്തുന്നു. ഇനി സീറോ സം ഓർ വിൻ ലോസ് സിറ്റുവേഷൻ. നേരത്തെ പറഞ്ഞില്ലേ സീറോ സം അല്ലെ, രണ്ടുപേരെന്താണ്? പരാജയം സംഭവിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്, ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് സീറോ സം. ഓർ വിൻ ലോസ് സിറ്റുവേഷൻ. വിൻ ലോസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഒരാള് വിൻ ചെയ്യുന്നു, ഒരാള് ലോസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ in zero sum or win loss situation, however there is a just one winner
the other party or other parties losses. എന്താണ് win loss എന്താണ്? However, there is just one winner അല്ലെ, ഒരാള് വിന്നർ ആവുന്നുണ്ട്. The other party or other parties, സീറോ പാർട്ടിയിൽ എന്താണ്, രണ്ട് പാർട്ടി പരാജയം സംഭവിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഓർ അതർ പാർട്ടീസ് ലോസസ്, രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ മറ്റ് വിൻ ലോസിന് ഒരു പാർട്ടി വിൻ ചെയ്യുമ്പോൾ ഒരു പാർട്ടി എന്താണ് നഷ്ടം സംഭവിക്കുകയാണ് അല്ലെ. സീറോ സമ്മില് രണ്ട് പാർട്ടിക്കാർക്കും നഷ്ടങ്ങളാണ്, ലോസസ് ആണ് സംഭവിക്കുന്നത്. അത് ആ ഒരു ഒരൊറ്റ സെന്റൻസിൽ അവരങ്ങൾ കംപ്ലീറ്റ് ചെയ്തേക്കണം കേട്ടോ. ക്ലിയർ ആയില്ലേ അത്? നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സീറോ സം എന്ന് പറഞ്ഞാല് ബോത്ത് പാർട്ടീസ് ആർ ലോസസ്. വിൻ ലോസ് സിറ്റുവേഷൻ വൺ പാർട്ടി ഗെയിൻ ആൻഡ് വൺ പാർട്ടി അതർ പാർട്ടി ലോസ്. ഞാൻ അവിടെ തന്നെ ചെയ്തോ. നിങ്ങൾക്ക് ചിലപ്പോ പിന്നെ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻസ് വരാം, അതുകൊണ്ടാണ് കേട്ടോ മസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ് എടുത്തോട്ടെ, ഓക്കെ അല്ലേ? What is win-win situation? Win-win situation എന്താണ്? A win-win situation is a resolution to a negotiation where both parties benefits from the outcome. അല്ലെ, ഒരു win-win situationസിലെ റെസൊല്യൂഷൻ, അതായത് അതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പാർട്ടികളും നെഗോസിയേഷനിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്കം എങ്ങനെയായിരിക്കാം? ബെനിഫിറ്റ്സ് ആയിരിക്കില്ലേ, ഗുണമുള്ളതായിരിക്കില്ലേ? ആ ഒരു ചർച്ചയുടെ അവസാനം അവർക്ക് എന്താണ് ബെനിഫിറ്റ്സ് ആയിരിക്കില്ലേ ലഭിക്കുന്നത്? അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും അല്ലെ ലഭിക്കുന്നത്. This usually results in both parties benefits from the outcomes. എന്താണ് ഇതിന്റെ പൊതുവായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്കംസ് രണ്ട് പാർട്ടിക്കും ഗുണമുള്ളതായിരിക്കും, ബെനിഫിറ്റ് ഉള്ളതായിരിക്കും. The usual results in both parties voluntarily accepting the proposed solution. അല്ലെ, എന്താണ് രണ്ട് പാർട്ടിക്കാരും അവർക്ക് എന്താണ് പ്രൊപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻ അല്ലെ, അവർക്ക് നിർദ്ദേശിക്കപ്പെടുന്ന പ്രൊപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ് രണ്ട് പാർട്ടിക്കാരെ അംഗീകരിക്കുന്നുണ്ട് അല്ലെ. ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആരെങ്കിലും നെഗ്ലക്ട് ചെയ്യോ, റിജക്ട് ചെയ്യോ? ഇല്ല, രണ്ട് പാർട്ടിക്കാരും അംഗീകരിക്കുന്ന, അവർക്ക് ലാഭമില്ല എന്ന് നഷ്ടമില്ല എന്ന് പറഞ്ഞു അല്ലെ, ലാഭമാണ് ലഭിക്കുന്നത്. പിന്നെ അവർ റിജക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ എന്താണ് രണ്ട് പാർട്ടിക്കാരും അവർക്ക് പ്രപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻ അവരെന്ത് ചെയ്യുന്ന സ്വമേധയാലെ സ്വന്തം ഇഷ്ടത്താലെ അംഗീകരിക്കുന്നു. ഇനി നെഗോസിയേഷൻ such as one regarding payment for services rendered. This can mean that the person receiving payment is happy with the amount, while the one who pays feel that amount matches the dog. അതൊന്ന് കറക്റ്റ് ചെയ്തേ. That amount match എന്നാ പറഞ്ഞേക്കണത്. That amount matches. കറക്റ്റ് ചെയ്യട്ടോ. ഒന്നുകൂടെ പറയണം. മിസ് അത് പറഞ്ഞിട്ടില്ല, അത് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. ലാസ്റ്റത്തെ സെന്റൻസ് ഉണ്ടല്ലേ, വൺ ഹു പേസ് ഫീൽസ് ദാറ്റ് എമൗണ്ട് മാച്ചസ്. എമൗണ്ട് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് മൗണ്ട് മാച്ചസ് എന്ന് പറഞ്ഞേക്കണത്. അത് എമൗണ്ട് സ്പേസ് മാച്ചസ്. ഓക്കെയോ? എല്ലാവരും കറക്റ്റ് ചെയ്തില്ലേ? അതിൽ എന്താണ് പറയുന്നത്? ഇനി നെഗോസിയേഷൻ, ഒരു നെഗോസിയേഷൻ അല്ലെ, ഒരു ചർച്ചയില് such as one regarding payment for services rendered. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബയ്യർ ആണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സർവീസുകൾക്ക് അല്ലെ, പ്രോഡക്റ്റുകൾക്ക്, മെറ്റീരിയൽസിന് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പണം അടക്കുന്നുണ്ട് അല്ലെ, പേയ്മെന്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്താണ്? such as one regarding പേയ്മെന്റ് ഫോർ സർവീസസ് റെന്റഡ്. ഒരാൾക്ക് അനുവദിക്കുന്ന, അതായത് ആ ഒരു ബയ്യർക്ക് അവർക്ക് കിട്ടുന്ന സേവനങ്ങൾക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്? പണം അടയ്ക്കുന്നുണ്ട് അല്ലെ. ദിസ് ക്യാൻ മീൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ദ പേഴ്സൺ റിസീവിംഗ് പേയ്മെന്റ് ഈസ് ഹാപ്പി വിത്ത് ദ എമൗണ്ട്, വൈൽ ദ വൺ ഹു പേസ് ഫീൽ ദാറ്റ് എമൗണ്ട് മാച്ചസ് ദ സർവീസസ് ദേ റിസീവ്ഡ്. എന്താണ് നമ്മൾ പറഞ്ഞു?
ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഹാപ്പി ആയിരിക്കും അല്ലെ. അപ്പൊ ഒരാൾ പണം അടച്ചു കഴിഞ്ഞാല് ആ പണം വാങ്ങിക്കുന്ന ആളെന്തായിരിക്കും, ഹാപ്പി ആയിരിക്കും അല്ലെ. അവർക്ക് കിട്ടിയ എമൗണ്ടിൽ അവർക്ക് ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവും അല്ലെ. അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരു പ്രോഫിറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അതേപോലെ ബയ്യർക്ക് എന്താണ്, സെല്ലർക്ക് എന്താണ്, സപ്ലയേഴ്സിന് പ്രോഫിറ്റ് ലഭിച്ചു. ബയ്യർക്ക് എന്താണ്, അവര് ഉദ്ദേശിച്ച തരത്തിലുള്ള പ്രോഡക്റ്റ് എമൗണ്ട് മാച്ചസ് അല്ലെ, അവര് കൊടുത്ത പണത്തിന് മാച്ച് ആയിട്ടുള്ള സർവീസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ. അതാണ് പറയുന്നത് ദിസ് ക്യാൻ മീൻ the person receiving payment, അവര് റിസീവ് ചെയ്യുന്ന പേയ്മെന്റ് എന്താണ്, ഈസ് ഹാപ്പി അല്ലേ. അവർ ആ ഒരു എമൗണ്ടില് അവര് ഹാപ്പി ആയിരിക്കും. while the one who pays the fee, ആരാണോ ആ ഒരു ഇത് പേയ്മെന്റ് അടക്കുന്നത് അവരെന്തായിരിക്കും, ഫീൽസ് അവർക്ക് എന്തായിരിക്കും അനുഭവപ്പെടുന്നത്, that amount matches the services they received. അവർ ആ റിസീവ് ചെയ്ത ആ ഒരു സർവീസിനുള്ള പേയ്മെന്റ് ആണ് അവർ കൊടുത്തത് എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. ക്ലിയർ ആയില്ലേ? നിങ്ങളാണെങ്കിലും പറയാറില്ലേ ഒരു പ്രോഡക്റ്റ്, ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പറയാറില്ലേ, ഓ കൊടുത്ത പൈസക്കുള്ള മുതലായെന്ന് പറയാറില്ലേ. നമ്മൾ കൊടുത്ത ആ ഒരു പൈസക്കുള്ള സാധനം ഉണ്ടെന്ന് പറയാറില്ലേ. അപ്പൊ നമ്മളും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ് അല്ലെ. ക്ലിയർ ആയോ? അതെന്താണെന്ന് നോക്കിയായോ? നെക്സ്റ്റ്, win-win situation are an ideal resolution since it often means both parties receive their desire and a negotiation can end. ഒരു win-win situation എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ രണ്ട് പാർട്ടിക്കാർക്ക് ലാഭം കിട്ടാണ് അല്ലെ. രണ്ട് പാർട്ടിക്കാർക്ക് ലാഭം കിട്ടാണ്, ഒരാൾക്ക് അവിടെ നഷ്ടം വരുന്നില്ല അല്ലെ. അപ്പൊ അതൊരു ഐഡിയൽ ആയിട്ടുള്ള റെസൊല്യൂഷൻ ആണ് എന്ന് വെച്ചാൽ since it often means both parties receive their desire അല്ലെ. അതിൽ രണ്ടു പേർക്കും കിട്ടുന്ന ആ ഒരു ഡീല് അവരെന്തായിരിക്കും, അവര് വിചാരിച്ച രീതിയിലുള്ളതായിരിക്കുമല്ലോ, അവരെ ആഗ്രഹിച്ച രീതിയിലുള്ളതായിരിക്കും അല്ലെ, അവര് ഡിസയർ ചെയ്ത രീതിയിലുള്ളതായിരിക്കും. അത് കിട്ടായ്മയും എന്താണ്, ആൻഡ് നെഗോസിയേഷൻ ക്യാൻ എൻഡ് അല്ലെ. അവര് വിചാരിച്ച, അവര് ആഗ്രഹിച്ച കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെഗോസിയേഷൻ വീണോ, നെഗോസിയേഷൻ ക്യാൻ എൻഡ്. നെഗോസിയേഷൻ ആ ഒരു ചർച്ച അവിടെ അവസാനിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. വിൻ വിൻ ഇപ്പൊ മിസ് എടുത്തത് വിൻ വിൻ മുതൽ വായിച്ചാൽ മതി കേട്ടോ. വിൻ വിൻ സിറ്റുവേഷൻ മുതൽ ഒന്ന് വായിച്ചേ. നെക്സ്റ്റ് കമ്പാരിസൺ ആണ് വരുന്നത്, വിൻ വിൻ വേഴ്സ് വിൻ ലോസ് സിറ്റുവേഷൻ. നെക്സ്റ്റ് അത് എടുക്കാം. വിൻ വിൻ സിറ്റുവേഷൻ ഒന്ന് വായിച്ചേ മക്കളെ പെട്ടെന്ന്, എന്നിട്ട് ബാക്കി എടുക്കാം. ഇതിന് വരുന്നുണ്ടോ ആരെങ്കിലും കോൺവെക്കേഷൻ സെറിമണിക്ക്? ഉണ്ട്, എല്ലാവരും വരുന്നുണ്ടോ? ഇല്ല. എന്ത് പറ്റി കാരുണ്യ, എന്ത് പറ്റി വിജി, യദുപ്രിയ, what happened? അന്ന, റഷീന, ഷെഫീന, എന്ത് പറ്റി? PG-യും കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഓക്കെ. ഒരുപാട് ദൂരമുണ്ടോ? ബഷീർ, ഓക്കെ. PG കഴിഞ്ഞിട്ടാണ് എല്ലാവരും വരുന്നത്. ഓക്കെ, ഒരുപാട് ദൂരമുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ PG കഴിഞ്ഞിട്ട് കുവൈറ്റിലാണ്. ഓക്കെ, അപ്പൊ വെക്കേഷൻ ഒക്കെ വരുമ്പോ വരാം, മിസ്സുമാരെയൊക്കെ കാണാം. ഡാൻസ് ആയിട്ട് ഓക്കെ. ഇൻഷാ അല്ലാഹ്.
ഓക്കെ, നിങ്ങളുടെ പ്രോഗ്രാം പറ്റില്ല, ഞാൻ ശരി അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, അയച്ചു നോക്കിയേ. നെക്സ്റ്റ് എടുത്തതാണ് വിൻ വിൻ വേഴ്സ് വിൻ ലോസ് സിറ്റുവേഷൻ കമ്പാരിസൺ ആണ്. വിൻ വിൻ സിറ്റുവേഷനും വിൻ ലോസ് സിറ്റുവേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. വിൻ വിൻ വേഴ്സ് വിൻ ലോസ് സിറ്റുവേഷൻ. വിൻ വിൻ സിറ്റുവേഷനും വിൻ ലോസ് സിറ്റുവേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. എ വിൻ ലോസ് സിറ്റുവേഷൻ, ആ വിൻ പറയുന്നത് വിൻ ലോസ് സിറ്റുവേഷൻ ആണ് കേട്ടോ. എ വിൻ ലോസ് സിറ്റുവേഷൻ മീൻസ് one party gets the result they wanted but the other does not. അല്ലെ? ഈ ഒരു വിൻ ലോസ് സിറ്റുവേഷനിൽ ഒരു പാർട്ടി എന്താണ് അവർ ആഗ്രഹിച്ച, അവർ വാണ്ട് ചെയ്യുന്ന റിസൾട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? ബട്ട് ദ അതർ പാർട്ടി ഡസ് നോട്ട്. കാരണം മറ്റു പാർട്ടിക്ക്, അതർ പാർട്ടിസിപ്പൻസിന് എന്താണ്, അവര് വിചാരിച്ച, അവര് ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട് അവർക്ക് ലഭിക്കുന്നില്ല. അതാണ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, വിൻ ലോസ് അല്ലെ? ഒരാള് വിൻ ചെയ്തു, മറ്റാൾ എന്താണ്, ലോസ് ചെയ്തു അല്ലെ? നെക്സ്റ്റ്, ബിക്കോസ് of this win-loss outcomes are often less attractive then win-win situation. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും win-win situation അത്രയും അട്രാക്റ്റീവ് ആയിരിക്കോ win-loss situation? അതിന്റെ ഔട്ട്കം അല്ല അല്ലെ? അവിടെ ഒരു പാർട്ടി ഗെയിൻ ചെയ്യാണ് അല്ലെ, നഷ്ടപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പൊ വിൻ-വിൻ സിറ്റുവേഷന്റെ ഔട്ട്കംസിന്റെ അത്രയും അട്രാക്റ്റീവ് ആയിരിക്കില്ല, ആകർഷകമായിരിക്കില്ല win-loss situationsന്റെ outcomes. In a win-loss situation, the parties who receives less than they expected doesn't always accept the resolution willings. അല്ലേ? എന്താണ് ഈ ഒരു വിൻ ലോസ് സിറ്റുവേഷനില് എന്ത് ചെയ്യുന്നുണ്ട്, ആ ലോസ് ആയ പാർട്ടി അവർ ആഗ്രഹിച്ചതിൽ കുറവ് വരെയല്ല ചെയ്യുന്നത്, ഗെയിൻ ചെയ്യല്ല ചെയ്യുന്നത്. അപ്പൊ അവര് അത് അക്സെപ്റ്റ് ചെയ്യാൻ അവര് തയ്യാറാകോ, സ്വമേധയാ തയ്യാറാവോ, വില്ലിങ് ആവോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, ദ പാർട്ടീസ് ദ വിൻ ലോസ് സിറ്റുവേഷനില് ദ പാർട്ടീസ് ഹു റിസീവ് ദ ലോസ് then they accepted the sin always accept the resolution willingly. അവര് ആ ഗെയിൻ ചെയ്ത പാർട്ടി എന്താണ്, അവർ ആഗ്രഹിച്ച, അവർ അക്സെപ്റ്റ് ചെയ്ത ആ ഒരു റിസൾട്ട് അല്ല അവർക്ക് ലഭിക്കുന്നത്. അവരത് അപ്പൊ ആ ഒരു സൊല്യൂഷൻ, ആ റെസൊല്യൂഷൻ, അവര് ആ ഒരു പരിഹാരം, ആ ഒരു ഔട്ട്കം അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല, വില്ലിങ് ആകുന്നില്ല. though this may mean the end of negotiation, it might leave an obstacle to overcome should the two parties decide to do business jointly in the future. അല്ലേ? ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചർച്ചകളുടെ അവസാനത്തെ അർത്ഥമാക്കുന്നു. അതായത് ഒരാൾക്ക് നഷ്ടം സംഭവിച്ചു, ഒരാൾക്ക് ലാഭം വന്നു അല്ലെ? അപ്പൊ അതെന്താണ്, ആ ഒരു നെഗോസിയേഷൻ എന്ത് ചെയ്തിട്ടില്ലേ, ആ ഒരു പ്രവർത്തനത്തിലൂടെ ഒരാൾക്ക് നഷ്ടം സംഭവിച്ചു, ഒരാൾക്ക് ലാഭവും സംഭവിച്ചു അല്ലെ? സോ ദിസ് മേ മീൻ അതൊരു ആ ഒരു നെഗോസിയേഷൻ, ആ ഒരു ചർച്ച അവസാനിച്ചു. പക്ഷെ എന്താണ്, ഇറ്റ് മൈറ്റ് ലീവ് ആൻ ഒബ്സ്റ്റക്കിൾ ടു ഓവർകം ഷുഡ് ദ ടു പാർട്ടീസ് ഡിസൈഡ് ടു ഡു ബിസിനസ് ജോയിന്റ്ലി ഇൻ ഫ്യൂച്ചർ അല്ലെ? അപ്പൊ ഭാവിയിൽ രണ്ട് പാർട്ടിയും വീണ്ടും എന്തെങ്കിലും ബിസിനസ് നടത്താലോ, എന്തെങ്കിലും പർച്ചേസിങ്ങോ എന്തെങ്കിലും ഡീൽസുകൾ നടത്താലോ വീണ്ടും. പക്ഷെ എന്താണ്, അവരങ്ങനെ ഒരു ബിസിനസ് നടത്താൻ അല്ലെങ്കിൽ ഒരു ഡീല് നടത്താൻ തീരുമാനിച്ചാലും അത് മറികടക്കുന്നതിൽ അവർക്കൊരു സ്ട്രഗിൾ വരുന്നുണ്ട് അല്ലെ, ഒരു ഒബ്സ്റ്റക്കിൾസ് വരുന്നുണ്ടോ നമ്മുടെ മനസ്സിൽ? നമ്മ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വേറൊരാളായിട്ട് ഒരു ബിസിനസ് നടത്തിയിട്ട് അതിലൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് അവരുമായിട്ട് വീണ്ടും ജോയിന്റ് ആയിട്ട് ഒരു ബിസിനസ് നടത്താൻ നമുക്ക് താല്പര്യം ഉണ്ടാവോ? ചെയ്യാമെന്ന് പറഞ്ഞാലല്ലേ നമ്മുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും അല്ലെ, ഒരു ഫിയർ ഉണ്ടാവും. ഇനി നഷ്ടം സംഭവിക്കോ, നമ്മുടെ പൈസ പോവോ അല്ലേ? അപ്പൊ എന്താണ്, ഫ്യൂച്ചറിൽ അവര് ജോയിന്റ് ആയിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു ബിസിനസ് നടത്താൻ തീരുമാനിച്ചാലും അവർക്കിടയിൽ ഒരു ഒബ്സ്റ്റക്കിൾസ് അല്ലെ, ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചത് എന്താ? വിൻ-വിൻ സിറ്റുവേഷൻ. Win-win situation, however, helps to ensure positive interactions between both parties should they continue working together. അല്ലെ? എന്താണ് ഈ ഒരു വിൻ-വിൻ സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു വർക്കിംഗ് അവര് രണ്ടുപേരും കൂടി തുടർന്ന് കൊണ്ടുപോകാനായിട്ട് അവർക്കിടയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ അല്ലെ അവർ ആ ബിസിനസ് ഡീല് അല്ലെങ്കിൽ ആ ഒരു നെഗോസിയേഷൻ അവസാനിച്ചാൽ വീണ്ടും അവർ പർച്ചേസ് ചെയ്യും അല്ലെ, വീണ്ടും അവർ ആ ക്ലയന്റിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ആ സപ്ലയേഴ്സിന്റെ അടുത്തുനിന്ന് അവർ വീണ്ടും പർച്ചേസ് ചെയ്യും. അപ്പൊ അവർക്കിടയിൽ എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലെ നിലനിർത്തുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇടപെടൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. They help create positive relationship and have additional benefits, such as someone recommending a contractor they have worked with before or leaving positive online review for a business. എന്താണ്, they can create positive relationship. അവർ തമ്മിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ബന്ധം. നമുക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു ബിസിനസ് ഡീലില് നമ്മുടെ സപ്ലയേഴ്സ് നമുക്ക് പോസിറ്റീവ് ആണ്, നമുക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ഒരു മാനസികമായ ഒരു അടുപ്പം വരുന്നുണ്ടോ? മെന്റലി ഒരു അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, അവർക്കിടയിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നിലനിർത്താനും പിന്നെ എന്താണ് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കോൺട്രാക്ടറില അല്ലെങ്കിൽ ആ ഒരു സപ്ലയേഴ്സിന് നമ്മൾ വേറെ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യോ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗിൽ പഠിച്ചല്ലേ? മോണിറ്ററിംഗ് തന്നെ റെക്കമെൻഡ് ചെയ്യില്ലേ വിജി? എന്ത് പറ്റി? വിൻ-വിൻ സിറ്റുവേഷനിലാ, വിൻ-വിൻ സിറ്റുവേഷനില് എന്താണ് നമ്മൾ അതെന്ത് ചെയ്യും? someone recommending a contractor they have worked with before അല്ലെ? അവരെന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ളവർക്ക് നമ്മൾ റെഫർ ചെയ്യുന്നു അല്ലെ, റെക്കമെൻഡ് ചെയ്യുന്നു. ഓർ ലീവിങ് എ പോസിറ്റീവ് ഓൺലൈൻ റിവ്യൂ, അവർക്ക് എന്താണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ റിവ്യൂ കൊടുക്കുന്നുണ്ട് അല്ലെ? അവരുടെ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ പറഞ്ഞു അല്ലെ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗിൽ പറഞ്ഞു അവര് വായ്മൊഴിയിലൂടെ അവരുടെ പ്രശസ്തി റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ? അതേപോലെ എന്ത് ചെയ്യും? ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പർച്ചേസിങ് നടത്തിയ ആ ഒരാളുകൾ എന്ത് ചെയ്യും? ബയേഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ആ ഒരു ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ആ സപ്ലയേഴ്സിനെ കുറിച്ച് എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ റിവ്യൂ നൽകുന്നു. ക്ലിയർ അല്ലേ? അത് അവരുടെ ബിസിനസ്സിന് ഗുണമല്ലേ, ബെനിഫിറ്റ്സ് അല്ലേ? മറ്റുള്ളവർ അവരെ സെലക്ട് ചെയ്യില്ലേ? മറ്റുള്ള ബയേഴ്സും മറ്റുള്ള ഓർഗനൈസേഷൻ അവരെ സെലക്ട് ചെയ്യുമല്ലോ. അപ്പൊ എന്താണ്, അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ മാത്രമല്ല, അവർക്ക് എന്താണ്, അവർ ആ ഒരു കോൺട്രാക്ടേഴ്സിനെ മറ്റുള്ളവർക്ക് സജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുകയും അവർക്ക് ആ ഒരു കോൺട്രാക്ടർക്ക് ഇവരെന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ റിവ്യൂ കൊടുക്കുകയും ചെയ്യും. It can also help build a business relationship that benefits both parties and boost morale in the workplace. എന്താണ് ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബിൽഡ് ബിസിനസ് റിലേഷൻഷിപ്പ് ദാറ്റ് ബെനിഫിറ്റ്സ് ബോത്ത് പാർട്ടീസ് അല്ലെ? രണ്ട് പാർട്ടിക്കാർക്കും ഒരു റിലേഷൻഷിപ്പ് ലഭിക്കുന്നില്ലേ? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട് അല്ലെ? കൂടാതെ എന്താണ്, ബൂസ്റ്റ് മോറൽ ഇൻ ദി വർക്ക് പ്ലേസ് അല്ലെ? നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ മോറൽ, നമ്മുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ടോ? ഓക്കെ, എന്താണ് ആ ഒരു ബിസിനസ് ഈ രീതിയിൽ ഈ വിന്നിംഗ് സിറ്റുവേഷനിൽ പങ്കെടുക്കുന്ന ബോത്ത് പാർട്ടി, രണ്ട് പാർട്ടിക്കാർക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും കൂടാതെ എന്താണ് വർക്ക് പ്ലേസിൽ ജോലി സ്ഥലത്ത്
അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. അതാണ് വിൻ വിൻ സിറ്റുവേഷൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. വിൻ വിൻ നെഗോസിയേഷൻ അല്ലെ? വിൻ വിൻ നെഗോസിയേഷൻ എന്താണ്? In the 1980s, how individuals approached negotiation began to change considerably. എന്താണ്? 1980-കളില് എന്താണ് വ്യക്തികള് ഇൻഡിവിജ്വൽസ് ഈ നെഗോസിയേഷനെ സമീപിക്കുന്ന രീതിയിൽ എന്ത് വന്ന് ചേഞ്ചസ് വന്നു അല്ലെ? ഗണ്യമായ ചേഞ്ചസ് വന്നു. എങ്ങനെയാണ് നോക്കിയേ? rather than thinking that the result always had to be winner and a loser അല്ലെ? അവരെന്താണ് തിങ്ക് ചെയ്തിരുന്നത്, ചിന്തിച്ചിരുന്നത് എന്താണ്? ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് എന്താണ് എല്ലായ്പ്പോഴും വിജയവും തോൽവിയും ആയിരിക്കുന്നു അല്ലെ? ഒരാള് വിൻ ചെയ്യും, ഒരാള് ലോസ് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ആദ്യം പണ്ട്. പക്ഷെ എന്താണ്? rather than thinking that the result always, ആ ഒരു നെഗോസിയേഷന്റെ റിസൾട്ട് എല്ലായ്പ്പോഴും ഒന്നില്ലെങ്കിൽ ഒരു വിന്നർ അല്ലെങ്കിൽ ഒരു ലോസറിനെ തിരഞ്ഞെടുക്കുമെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. Many people came to see that winning negotiations were not only an improvement on the traditional win-loss mindset but also more desirable. That is, if all parties believe there is a good chance that they will benefit from the negotiation, they are more likely to take part in it and contribute. എന്താണ്? വിജയപരാജയങ്ങൾ അല്ലെ? പരമ്പരാഗതമായ എന്താണ് നമ്മൾ പറഞ്ഞു? വിജയപരാജയം. Many people came to see that win-win negotiation were not only an improvement on the ട്രഡീഷണൽ വിൻ-ലോസ് മൈൻഡ് അല്ലെ? നമ്മൾ ട്രഡീഷണൽ പരമ്പരാഗത രീതിയിൽ എന്താണ് ചിന്തിച്ചിരുന്നത്? ഒരാള് വിൻ ചെയ്യും, ഒരാള് ലോസ് ചെയ്യും അല്ലെ? അപ്പൊ എങ്ങനെയാണ്? അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരാള് വിൻ ചെയ്യും, ഒരാള് തോക്കും എന്നുള്ള ഒരു മനോഭാവം മാത്രമല്ല, അവരെന്താണ് ഒരു വിൻ വിൻ നെഗോസിയേഷനും കൂടി ഉണ്ട് അല്ലെ? രണ്ടുപേർക്കും ജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി, അവർക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി അവിടെ ഉണ്ട് എന്ന് ചിലര് മനസ്സിലാക്കി അല്ലേ? അന്നോ ട്രഡീഷണൽ ആയിട്ട് അവര് ചിന്തിച്ചത് വിൻ-ലോസ് മാത്രമാണ് അവര് ചിന്തിച്ചത്. അവിടെ നോക്കണ്ട, ആ ഒരു സെന്റൻസുകൾ നിങ്ങൾ നോക്കണ്ട, മിസ് പറയുന്നത് നോക്കാം. ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ ചിന്തിച്ചത് എന്താണ്? ഒരു നെഗോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു വിൻ-ലോസ് സിറ്റുവേഷൻ മാത്രമുള്ളൂ. ഒരാള് ജയിക്കും, എന്തായാലും ഒരാള് തോക്കും. പക്ഷെ എന്താണ് അതിന്റെ ഇടയിൽ many people came to see, കുറച്ച് ആളുകൾ മനസ്സിലാക്കിയാണ് അല്ലെ അവിടെ ഒരു വിൻ വിൻ നെഗോസിയേഷന്റെ ഒരു ചാൻസ് ഉണ്ട് അല്ലെ? അവർക്ക് അവർക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ചാൻസ് അവിടെ കിടക്കുന്നുണ്ട് എന്ന കാര്യം ചിലര് മനസ്സിലാക്കി. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? ദാറ്റ് ഈസ് if all parties believe there is a good chance that they will benefit from the negotiation. അവര് മനസ്സിലാക്കാണ് ഓൾ പാർട്ടി, എല്ലാ പാർട്ടികളും ബിലീവ് ചെയ്തു, എന്താണ് വിശ്വസിച്ചു അല്ലെ? എന്താണ്? ദാറ്റ് ഈസ് എ ഗുഡ് ചാൻസ്. ആ ഒരു നെഗോസിയേഷനിൽ അവർക്ക് നല്ലൊരു ചാൻസ് കിടക്കുന്നുണ്ട് അല്ലെ? രണ്ട് പാർട്ടിക്കാർക്കും ജയിക്കാനുള്ള, രണ്ട് പാർട്ടിക്കാർക്കും ബെനിഫിറ്റ് ലഭിക്കാനുള്ള അല്ലെ, ഗുണം ലഭിക്കാനുള്ള ഒരു ചാൻസ് ആ ഒരു നെഗോസിയേഷനിൽ കിടക്കുന്നുണ്ട് എന്ന് അവര് മനസ്സിലാക്കി, ബിലീവ് ചെയ്തു അല്ലെ? വിശ്വസിച്ചു. ഓക്കെ ആണോ? അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് പാർട്ടിക്കാർക്കും ഒരു ചർച്ചയില് രണ്ട് പാർട്ടിക്കാർക്കും നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? They are more likely to take part in it and contribute അല്ലെ? അവർ അതില് പങ്കെടുക്കാനും എന്താണ് അവരുടെ കോൺട്രിബ്യൂഷനും നടത്തേണ്ടത്. നമ്മൾ എന്തെങ്കിലും ചെറിയ ഇളവുകൾ നമ്മൾ ചെയ്യണം അല്ലെ? ചെറിയ ചെറിയ ഇളവുകൾ നമ്മളും ചെയ്യണ്ടേ? നമ്മ പിടിച്ചത് മാത്രം ജയിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടുണ്ടോ? നമുക്ക് മാത്രം പ്രോഫിറ്റ് ലഭിക്കാൻ പാടുള്ളൂ എന്ന് ഇല്ല അല്ലെ? മറ്റു പാർട്ടിക്കും നമ്മുടെ എതിർ ടീമിന് ഓപ്പോസ് നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടണം, പ്രോഫിറ്റ് കിട്ടണം അല്ലെ? അതല്ലേ വേണ്ടത്?
അപ്പൊ എന്ത് ചെയ്യാ, നമ്മ കുറച്ച് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ചർച്ചയിൽ നടത്തണോ? നമ്മുടേതായ ഒരു ഇളവ് അല്ലെ, നമ്മുടേതായ ഒരു ഇളവ് ആ ഒരു നെഗോസിയേഷൻ നടത്താം. ക്ലിയർ ആയത്? അത് നോക്കിയിരിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ് വരും. അപ്പൊ എന്താണ് ആ ഒരു ഒരു നെഗോസിയേഷനില് രണ്ട് പാർട്ടിക്കാർക്കും എന്താണ് ബെനിഫിറ്റ് ആയിട്ടുള്ള ഗുണമായിട്ടുള്ള ഒരു കാര്യം അല്ലെ, ഒരു ചാൻസ് ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചു. അതിനെന്ത് ചെയ്യാ, രണ്ട് പാർട്ടിക്കാർക്കും അത് ഈക്വൽ ആയിട്ട് അതിൽ പങ്കെടുക്കുകയും അവരെ കോൺട്രിബ്യൂഷൻ, അവരെ സംഭാവനകൾ നൽകുകയും ചെയ്യുക. ക്ലിയറാണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Next, as the concept of everybody winning grew in the world of negotiation, so did confusion about exactly what it entailed. എന്താണ് ചർച്ചകളുടെ ലോകത്ത് അല്ലെ, as the concept everybody winning in the world of negotiation, ആ ഒരു ചർച്ചകളുടെ വേൾഡില് ലോകത്ത് എല്ലാവരും വിജയിക്കുമെന്നാൽ ഇപ്പൊ നമ്മ പറഞ്ഞു വിൻ സിറ്റുവേഷനിൽ എങ്ങനെയാണ് എല്ലാവരും വിജയിക്കുകയാണെന്ന് നമ്മ പറയാണ് അല്ലെ. അതിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടീസും ബോത്ത് പാർട്ടീസ് അല്ലെ ബെനിഫിറ്റ്സ് ആണ് അല്ലെ. അപ്പൊ എല്ലാവരും വിജയിക്കുമെന്ന ആശയം വന്നപ്പോൾ എന്താണ് അത് കൃത്യമായി അല്ലെ, എന്താണ് എക്സാക്റ്റ് ആയിട്ട് അവർ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അവർക്ക് എന്ത് വന്ന ഒരു കൺഫ്യൂഷൻസ് വരാണ്. നമുക്കുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം വരാണ് അല്ലെ. ക്ലിയർ ആയോ അവരുടെ? ഇപ്പൊ നമ്മളോട് പറയാണ് ഇപ്പൊ നിങ്ങളോട് തന്നെ മിസ് ആദ്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ലേ, ആ വിൻ സിറ്റുവേഷനിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടിക്കാരും വിജയിക്കും, അവർക്ക് രണ്ടുപേർക്ക് ലാഭം കിട്ടുന്ന അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരെ, അതെങ്ങനെ അല്ലേ, അതെങ്ങനെയല്ലേ ഒരു കൺഫ്യൂഷൻ. അതേപോലെ എന്താണ് ഇവർക്കിടയിലും അതെങ്ങനെ അല്ലെ, രണ്ട് പാർട്ടിക്കാർക്കും ആ ഒരു വിജയം ലഭിക്കുമെന്നുള്ള ആശയം എങ്ങനെ വരുമെന്ന് അവർക്കിടയിലുള്ള ഒരു കൺഫ്യൂഷൻസ് വന്നു. Did it mean that each party came out with equal portion of the pie, or that one would have a bigger slice than the others? എന്താണ് അവർ വിചാരിക്കാണ് did it mean ഇതെന്താണ് ഇതാക്കുന്നത്, that each party came out with equal portions of the pie. Pie എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ റിസോഴ്സസ് അവൈലബിൾ ടു ബി ഡിവൈഡഡ്. നമുക്കുള്ള ടോട്ടൽ റിസോഴ്സുകൾ അല്ലെങ്കിൽ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു മൂല്യം ഉണ്ടാവുമല്ലോ, ആ ഒരു ബെനിഫിറ്റ്സ് അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ടോ ആ രണ്ടു പേർക്ക്, ഇപ്പൊ രണ്ടുപേരാണ് അല്ലെങ്കിൽ മൂന്ന് പേരാണെങ്കിൽ എന്താണ് അവർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അവര് ചോദിക്കുന്നത് എന്താണ് ഡിഡിജിറ്റിന് ഇത് അർത്ഥം വെക്കുന്നത് എന്താണ്, ഈച്ച് പാർട്ടി ഗെയിം ഔട്ട് ഈക്വൽ പോർഷൻ ഓഫ് ദി പൈ, ഓരോ പാർട്ടിക്കും ഈക്വൽ ആയിട്ടുള്ള ഭാഗം ലഭിക്കോ അല്ലെ. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, രണ്ടു പേർക്കും ഒരേപോലെ ബെനിഫിറ്റ്സ് ലഭിക്കോ അല്ലെ. അതല്ലെങ്കിൽ എന്താണ് or that one would have a bigger slice than the other, അതല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സ്ലൈസ്, അതായത് ഒരു ഭാഗം അവർക്ക് ലഭിച്ചോ. ഒരു പാർട്ടിക്ക് മറ്റേ പാർട്ടിയിൽ നിന്നുള്ള കൂടുതൽ ഭാഗം ലഭിച്ചോ. Surely if one participant had more to offer, they should get more of that pie, shouldn't they? എന്താണ് തീർച്ചയായും ഒരു പാർട്ടിസിപ്പൻസിന് കൂടുതൽ ഓഫർ ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, ആ ഒരു കൂടുതൽ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യണം അല്ലെ. ഇപ്പൊ ഞാൻ എന്റെ ബിസിനസ്സില് നമുക്ക് മിസ് വേറൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. രണ്ടു പേര് അല്ലെങ്കിൽ മൂന്ന് പേര് കൂടി ഒരു ബിസിനസ് നടത്താണ്. ഇപ്പൊ ഞാനും നിശ്ചയം കാരുണ്യം കൂടി ഒരു ബിസിനസ് നടത്താണ്. അതില്ല അപ്പൊ ഒരു 50 lakhs ഒരു ബിസിനസ് ആണ് ഞങ്ങൾ നടത്തുന്നത്. 50 lakhs ഞങ്ങൾ മുതൽ മുടക്ക് ഇട്ടിട്ടാണ് നടത്തുന്നത്. അതില് 25 lakhs ഞാൻ ഇട്ടു, ഒരു 10 lakhs നിഷി ഇട്ടു, 50 lakhs കാരുണ്യം ഇട്ടു. അപ്പൊ അതിന്റെ കൂടുതൽ പ്രോഫിറ്റ് വരും. അതിന്റെ പ്രോഫിറ്റ് ആ ഇയറിന്റെ ആകുമ്പോൾ പ്രോഫിറ്റ് വരുമ്പോൾ ആർക്കായിരിക്കും കൂടുതൽ ലാഭം ലഭിക്കുന്നത്? എനിക്കല്ലേ, എനിക്ക് കിട്ടും അല്ലെ. അപ്പൊ മനസ്സിലായോ, ആരാണോ അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർക്കല്ലേ കൂടുതൽ ലഭിക്കാം. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ?
ഇപ്പൊ കാരുണ്യക്ക് നിഷയ്ക്ക് മിസ്സിന് നഷ്ടമുണ്ടോ? ഇല്ല അല്ലെ? എല്ലാവർക്കും 3 പേർക്കും ഈക്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലേ ലഭിക്കുന്നത്? ക്ലിയർ ആയോ? അത് ഓക്കെ ആയത്? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര എടുക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.